എനിക്ക് മോഷം കിട്ടാൻ വേണ്ടിട്ടല്ല ഞാൻ പൈസ കട കൊടുക്കണത്. അത് മനസ്സിലാക്കി ആദ്യം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ വാങ്ങിക്കുമ്പോ ഉണ്ടാവണ ഉഷാറേ തിരിച്ചു കൊടുക്കുമ്പോൾ കാണിക്കണം. അല്ലാണ്ട് പിന്നെ നടക്കില്ലാതെ ഞാനിപ്പോ വേറെ വീട്ടിലേക്ക് വരുവാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ വരും കേട്ടാ. 5 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ അവിടെ വരും. പൈസ അവിടെ എടുത്ത് വെക്കി. അല്ലാത്ത ഇടപാടെ നടക്കില്ല പറയാൻ നടക്കില്ല. അതന്നെ. ശരി. വെച്ചോളി അവിടെ നിൽക്കട്ടെ വീട്ടില്. എന്താ വാലൊക്കെ തുറന്നിട്ട് ആളില്ലേ? വരി. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? എന്നാ പൈസ എടുക്കും. അല്ല, മൂപ്പര് കച്ചവടത്തിന് പോയി. മൂപ്പര് പോയിക്കോട്ടെ. എന്നാലും നിങ്ങൾ തന്നാ മതിയല്ല പൈസ. നമുക്ക് പൈസ എല്ലാം ഉണ്ട്. മൂപ്പര് വരുമ്പോ ഞാൻ പറയാ. അതെ, ഇതിപ്പോ 1, 2, 3 അടവല്ല. അടവ് ഒരുപാട് തെറ്റി കിടക്കുന്നുണ്ട്. ഞാനിത് എന്ത് ചെയ്യും പിന്നെ? അങ്ങോട്ട് എത്തിക്കും. ആരെത്തിക്കും? ഇത് ഭരണ സമയത്ത് ആളെ കാണില്ല, പിന്നെ എവിടേക്ക് എത്തിക്കാനാണ് നിങ്ങളൊന്ന് പതിയനെ പറ. ആൾക്കാർ എന്ത് പതിയെ പറയണ്? ആൾക്കാർ കേൾക്കട്ടെ നിങ്ങൾ പൈസ അടക്കാത്ത ആൾക്കാരാണെന്ന്. ഒരു കാര്യം ചെയ്യും, ഈ കാര്യം ശരിയാവില്ല. മൂപ്പരെന്ന് വിളിക്കും നിങ്ങള്. ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്പർ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കട്ട് ചെയ്യും. എടുക്കണില്ല. നിങ്ങൾ വിളിക്കും. ഇത് വിളിച്ചു നോക്കി. എല്ലാരും ഇടപെട്ട് പഠിച്ചിരിക്കുന്നു. വേണ്ട ആളകത്തിന്റെ ഇങ്ങനെ വിളിക്കുന്ന അതിനുള്ളത്. ഫോണൊന്നും കൊണ്ടുപോകാത്തതാണ്. ഞാൻ ഇപ്പൊ എന്ത് വേണം? നിങ്ങള് പോയിട്ട് വരിക, അപ്പോഴേക്കും മൂപ്പര് വരും. മൂപ്പരകത്തുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ല, മൂപ്പര് കച്ചവടത്തിന് പോയതാ. ഞാൻ കയറി നോക്കിയാലോ? നിങ്ങൾ പോയിട്ട് വന്നോളി. അങ്ങനൊന്നും വേണ്ടേ? എങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ഇങ്ങോട്ടൊന്നും കയറണ്ട, പോയിക്കോളി. പേരെന്നാ? മൊയ്തു അവങ്ക പേര്. നീ പേര്? സൂറ നല്ല പേര്. കുട്ടികള് ഇല്ല. കുട്ടികളില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്. കട്ടൻ കാപ്പി എല്ലാം കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാം. അപ്പൊ അവൻ വരും. നിങ്ങൾ പോയിട്ട് വന്നോ? അല്ല, പോയ എങ്ങനെ ശരിയാവും? പൈസ വേണ്ടേ? പൈസ ഇല്ലല്ലോ. അപ്പോഴേക്കും മൂപ്പര് വരൂ. അല്ല, അത് വേണ്ട. നീ കട്ടൻ കാപ്പി വെച്ചോ. അല്ല, നമുക്ക് ആത്തിരുന്ന് സംസാരിക്കാം. വേണ്ട. അത് ആത്തിരുന്നാല് ഇവിടെ കട്ടൻ കാപ്പി ഒന്നും ഇല്ല. എന്താ അതിന് കുഴപ്പമൊന്നും? നിങ്ങളൊന്ന് പോയിട്ട് വരി. ഞാൻ അകത്തേക്ക് വരാം. നമുക്ക് ആത്തിരി സംസാരിക്കാം. എന്താണ്? ഇതെന്താണ് ഇത്? കണ്ട പലിശക്കാരൊക്കെ ഇവിടെ. ആരാണ് ഈ പലിശക്കാരനൊക്കെ ഇവിടെ വിളിച്ചു കയറ്റണേ? എന്താണിത്? എന്താ സംഗതി ഇവിടെ? എന്താണ് ഇവിടെ? പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അത് മേടിക്കാൻ വേണ്ടി. ഓന്റെ കൈ വാങ്ങിയോ? എന്തെന്നാ ഈ ഹമുക്കനെ കൊണ്ട് ചെയ്യ? എന്താനൊക്കൊന്ന് പറഞ്ഞൂടെ കുട്ടിയെ? ഞാൻ വാപ്പനോട് പറഞ്ഞല്ലേ കുറച്ച് കായ് കൊടുക്കാൻ വേണ്ടിട്ട്. എവിടുന്ന് ഞാൻ എടുത്ത് കൊടുക്കണേ? ഇന്ത്യയിലെ എവിടെ കായ്? കായില്ലെങ്കിൽ ഞാൻ തരാം. ഈ 5000 ഈ എന്തിനു കായ് തരുന്നേ? എന്നിട്ട് നിങ്ങളാ കായ് അവർക്ക് കൊടുക്കണം. എന്നിട്ടോ? അപ്പൊ അവരെനിക്ക് തരും. എന്നാ പിന്നെ എന്തിനാ ഈ കൊടുക്കണ? എന്റെ തന്നെ വെച്ചാ പോരെ? എന്റെ എല്ലാം വെച്ചാൽ എനിക്ക് പലിശ കിട്ടില്ലല്ലോ. അത് ശരി, പലിശക്ക്. ഇറക്കടില്ല. ഈ ജാതി ആൾക്കാരുടെ കയ്യിലാണ് കായ് മേടിച്ചേക്കണേ. എവിടെ ഓന? എവിടെ എന്നിട്ട്? കച്ചവടത്തിന് പോയി. അതെ, ഓൻ കച്ചവടത്തിന് പോയിക്കാണെങ്കിൽ പിന്നെ വായോ. ഇപ്പൊ തൽക്കാലം ഇറങ്ങ്, പിന്നെ വായോ. അതെ, മൂപ്പര് വരുന്ന വരെ ഞങ്ങൾ ഇവിടെ ഒരു കട്ടൻ കാപ്പിയോ കുടിച്ചിരുന്ന് വർത്താനം പറഞ്ഞോളാം. നിങ്ങൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങി. എന്നാ പിന്നെ അങ്ങനെ എന്താ? എന്ത്? എന്താ എന്നോട് പറഞ്ഞേ? കുട്ടടുത്ത് വർത്താനം പറഞ്ഞിരിക്കേ. അങ്ങനെയൊന്നും പറയരുത്, ആൾക്കാർ കേൾക്കും. ആൾക്കാർ കേട്ടാ അത്ര തന്നടാ. നിങ്ങൾ തരും പൈസ. നിങ്ങൾ തരുന്ന പൈസ ഏണോ ചെങ്ങായി? എന്റെ എവിടെ കായ്? ഞാൻ ഈ പള്ളിയിൽ പോയി നിസ്കരിക്കണം. എന്റെ എവിടെ കായ്? നിസ്കാരത്തിനൊക്കെ കായ് ഇട്ടു വെച്ച് ഇപ്പൊ ഞാൻ ലസങ്ങൾ ഉണ്ടാക്കിണ്ടാവും. അത്ര നിസ്കരിക്കുന്നുണ്ട് ഞാൻ. നാളെ വരട്ടെ പൈസ വാങ്ങിട്ടേ പോകുള്ളൂ. അല്ല, അത് ശരിയാവൂല. അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ബഹളം ഉണ്ടാക്കണോ? ഞാൻ എന്റെ പലിശക്ക് വാങ്ങിട്ടപ്പോ ഈ ബഹളം ഉണ്ടാക്കണമെന്ന് ആൾക്കാർ വിചാരിക്കുന്നു. ഇതിപ്പോ എന്റെ കുട്ടീനെ കല്യാണം കഴിച്ചോർത്ത സ്ഥല. ഞാൻ വല്ലപ്പോഴും ഒന്ന് കേറി വരുന്ന സമയത്ത് ഈ ജാതി ബഹളം ഇവിടെ കേട്ടാല് എന്താ സ്ഥിതി? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ പേരും അഡ്രസ്സും പറയും. എന്റെ പേര് കോയ. കോയ വെളുത്താട്ടിൽ കോയ എന്നാണ്. വെളുത്താട്ടിൽ കോയ. വെളുത്താട്ടൊക്കെ ശരിക്കുള്ള അഡ്രസ്സ് പറയാം. വെളുത്താട്ടിൽ നിന്നാണോ ഞങ്ങൾ ഇതിന്റെ അഡ്രസ്സ്? എന്താ പറഞ്ഞ? ഇജ്ജ് വന്ന് അന്വേഷിക്കണോ?
വെളുത്താട്ടിൽ കോയാന്ന് പറയാൻ അറിയാത്ത ആൾക്കാരുണ്ടോ ചോദിക്ക്. നിങ്ങളാ മുക്കിലെ ഷാപ്പിന്റെ അവിടെ അഞ്ച് അവിടെ ഒന്നും വന്നിട്ട് അന്വേഷിക്കണ്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. മുക്കിലെ ഷാപ്പിൽ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഏത് ആ മുക്കിലെ ഷാപ്പിന്റെ അവിടെ നിങ്ങൾ ഏതാ കണ്ടു. മുക്കില് ഷാപ്പ്? ഈ വെളുത്താട്ടിലെ വീട് എവിടെയാണ്? ആ മുക്കില് ഷാപ്പൊന്നും അറിയില്ല. അതിന്റെ അവിടെ റേഷൻ കട അദ്ദേഹം അങ്ങോട്ട് പോകണം. അവിടെ ഷാപ്പൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഈ വെളുത്താട്ടിൽ കോയാന്ന് ഈ അന്വേഷിച്ചാൽ മതി. ഞാൻ ഇപ്പൊ പോവാണ്. ആ ഈ പോ. ഞാൻ അടുത്ത ആഴ്ച ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവര് പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നേരെ വെളുത്താട്ടിലേക്ക് വരും. നിങ്ങളുടെ വീടിന്റെ പടിക്കൽ വന്നത് ഒരു കള്ള് കുടിച്ചിട്ട് ഞാൻ ഉറക്കം വിളിച്ചു പറയും കേട്ടോളേ. ഇത് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടേ പൈസ ഇല്ല, കട്ടൻ ചായ ഇല്ല. റബ്ബേ ഞാൻ വാപ്പ സൂറാ സൂറാ ഇവിടെ എവിടെ പോയി കുത്തിരിക്കാണ് ഇവള്? സൂറാ ആ ഇവിടെ വന്ന് കുത്തിരിക്കാണ്. എത്ര നേരം ഈ അന്നേം വിളിക്കണേ? എവിടൊക്കെ തെറിയണ്? ആ വാതിലൊക്കെ തുറന്നിട്ട് ഇവിടെ വന്ന് കുത്തിരിക്ക. എന്താ പങ്ക് പറ്റി? ഇതെന്താ മുഖമൊക്കെ വീർത്തിരിക്കണേ? ഇജ്ജ് നിലവിളിച്ചിനി ഇങ്ങോട്ടോക്ക് നിലവിളിച്ചിനി. എന്താന്റെ പ്രശ്നം പറയടോ? നിങ്ങൾ ഞാൻ പറയണ വല്ലതും കേൾക്കാറുണ്ടോ? എന്താ കേക്കാത്ത? എന്താ പലിശക്കാരൻ വന്ന്. ഏത് പലിശക്കാരെ? നിങ്ങൾക്ക് എത്ര പലിശക്കാരനെ അറിയൂ? സത്യശീലനല്ലേ? ആ എന്തോ പറഞ്ഞു? നിങ്ങൾ എന്താ ഓന്റെ പൈസ കൊടുക്കാത്ത? പൈസ കൊടുക്കാൻ കയ്യിലില്ലേറ്റോ. ഞാൻ ഇപ്പോഴും പോയി വരാണ്. ഒരാളെടുത്തും റോൾ ചെയ്യാൻ സാധനമില്ല. എല്ലാരും ആയിട്ടില്ല. അപ്പൊ എന്താക്കും? ഇവിടെ എന്തെല്ലാം പ്രശ്നം നടന്നെന്ന് അറിയോ? ഏ ഓന്റെ ഒരു വർത്താനം ആ സമയത്ത് വാപ്പയും വന്ന്. അല്ലോ എന്നിട്ട് ഓര് തമ്മിൽ കച്ചറയായി. പാപ്പൻ എന്തിനാ സമയത്ത് കൊണ്ട് കെട്ടിയെടുത്ത്? എന്റെ വാപ്പ ഒന്നാണ് പ്രശ്നം. അതല്ല ഏ നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഈ പലിശക്ക് എന്തിനാണ് പൈസ എടുക്കണേ? വേറെ ബഹിയില്ലേറ്റാണ്. എന്താ ഇന്നും മനസ്സിലാക്കേണ്ട വർത്താനം പറയണേ? ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ ശേഷം ശരിക്കും മീൻ കച്ചവടം നടന്നിട്ടുണ്ടോ? ഏടുന്ന പൈസ എടുത്ത് കൊടുക്കുക. ഇപ്പൊ 7-ാം തീയതി വാടക കൊടുക്കണം വീടിന്റെ. എവിടെയാണുള്ളത്? ഇതൊക്കെ റോൾ ചെയ്യണ്ടേ? നിങ്ങൾ എന്തെന്ന് റോൾ ചെയ്യണെന്നായി പറയണ്? നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ റോളിങ്ങിലാ. അംബാനി വേറെ റോളിങ്ങിലാ. പിന്നെ ഇന്നെ മാത്രം കുറ്റപ്പെടുത്തേ. അംബാനിന്റെ ഭാര്യന്റെ അടുത്ത് ആരെങ്കിലും ഇമ്മാരി വൃത്തികേട് വന്ന് പറയണ്ടോ? ഉണ്ടോ? ഓൻ എന്ത് വൃത്തിയാടാ പറഞ്ഞേ? ഇനിയിപ്പൊ അത് കേട്ടാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അല്ല പൈസ ചോദിക്കാൻ വന്ന പൈസ ചോദിച്ചാ പോരെ. പിന്നെ അന്റെ അടുത്ത് വൃത്തിയോടെ പറയാൻ നിൽക്കണോ? ഓന്റെ പൈസ മേടിച്ച് വെച്ചിട്ട് നിങ്ങള് എന്നെ കൊണ്ട് പറയിക്കരുത്. നിങ്ങൾ എന്ത് വഴിയാ കണ്ടേക്കണേ? എന്താ ഇപ്പൊ ഒരു വയ്യന്റെ പഠിച്ചോനെ. കുറച്ച് കായിട്ടില്ല. ഇപ്പൊ ആകെ ഞാൻ ഇറങ്ങാറാവും. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഒരു ലോൺ എടുക്കാ. എവിടുന്ന്? ബാങ്കിൽ നിന്ന്. എന്ത് വെച്ചിട്ടാണ് സൂറ ലോൺ എടുക്കണത്? ഈ വാടക വീട് വെച്ചിട്ടോ? എന്തെങ്കിലും ഒന്ന് പണയം വെക്കാൻ വേണ്ട നമുക്ക്. അന്നെ കെട്ടിക്കൊണ്ടുവരുമ്പോ കുറച്ച് പൊന്നിട്ടും വിചാരിച്ചു. അത് ഉണ്ടായില്ല. ഇനിയിപ്പൊ അതൊക്കെ അല്ല അതല്ല ഞാൻ പറയാണ്. കൊറേ ചങ്ങായിമാരൊക്കെ ഭാര്യമാരെ പണ്ടൊക്കെ പണയം വെച്ചിട്ടാ രക്ഷപ്പെടുന്നത്. നമുക്ക് അതും ഇല്ല. എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ആ ഈ പണ്ടും അതൊന്നും ഇല്ലാതെ ലോൺ കിട്ടു. അതെങ്ങനെ? കിട്ടുന്ന്. എവിടുന്ന്? ഇത്താന്റെ മോൻ ഷുക്കൂർ വന്നില്ലേ? ആ ഓൻ പറഞ്ഞതാണ്. അല്ല എന്താ കാര്യം? ഈ ഫോൺ വഴി നമുക്ക് ലോൺ കിട്ടുന്ന്. ഫോണിക്കൂടിയോ? ആ ബാങ്കിലൊന്നും പോവാണ്ടിയോ? ബാങ്കിലും പോകണ്ട, ഓരിക്ക് കൊണ്ടേ കടലാസും കൊടുക്കണ്ട, നാളെ വാന്നുള്ള വർത്താനവും കേൾക്കണ്ട. ആ ഇതിലിങ്ങനെ ഓരോ ആപ്പുകൾ ഉണ്ട് മൊബൈലിലോ? ആ അത് നമ്മള് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അത് തുറക്കണോ. തുറന്നു കഴിയുമ്പോ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ അവര് ചോദിക്കൂ. അത് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ അവരിങ്ങനെ ഓരോ ചോദ്യം ചോദിക്കൂ. അപ്പൊ നമ്മള് ഓക്കെ എസ് ഇങ്ങനെ അമർത്തി കൊടുക്കുക. 1/2 മണിക്കൂറിനുള്ളിൽ കായ് വരുന്ന്. സുക്കൂറിന് കിട്ടിയോ? കിട്ടി. ഓ ഇവിടെ വെച്ചിട്ടല്ലേ ചെയ്ത്. അപ്പൊ അനക്കതൊന്ന് പഠിച്ചോടി ഹിമാരെന്നാല്? ഞാൻ പഠിച്ചോ? എന്നാ എടുക്കത്. അല്ല നിങ്ങളോട് ചോദിക്കാതെ ഞാൻ അങ്ങനെ എടുക്ക. ഇതൊക്കെ ഇപ്പൊ ചോദിക്കണ്ടോ? അങ്ങനെ എവിടുന്നെങ്കിലും കായ് കിട്ടാനല്ല സൂറ ഞാനിപ്പോ അരക്കം പായണത്. ഇത് എടുക്ക്. അത് എടുത്ത് നമുക്ക് സത്യശീലിന്റെ പൈസയും കൊടുക്കാം, വീടിന്റെ വാടകയും കൊടുക്കാം. വേറെ 2-3 ആൾക്കാർ ഇടപാടുണ്ടേ. പിന്നെ ഇവർക്ക് മാത്രം അടച്ചു കൊടുത്താൽ മതിയല്ലോ നമുക്ക്. അതാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഇത് എത്ര കായ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ. എന്നിട്ട് ഈ കണ്ണി കണ്ടവന്മാരൊക്കെ പിരിച്ചു വിട്ടേക്കണം. എല്ലാത്തിനും പിരിച്ചിടാം. പിന്നെ ഒരാളുടെ കൈ നിങ്ങൾ പൈസ വാങ്ങരുത്. പിന്നെ ആരും പിടിക്കില്ല. പിന്നെ ഇവർക്ക് മാത്രം അടച്ചു കൊടുത്താൽ മതിയല്ലോ. ഇവരാകുമ്പോ വീട്ടിൽ വന്ന് ഇന്ന ചീത്ത വിളിക്കില്ലല്ലോ. അതുകൊണ്ട് ഫോണിൽ കൂടി അങ്ങ് പൈസ ഇട്ടാ പോരെ. അത് ചെയ്യാം നമുക്ക്. നോക്കി എവിടെ ഇരിക്കുന്നു?
ഇട്ടത് തന്നെ കള്ളക്കളി വേണ്ട, ഇട്ടത് തന്നെ കളയാനുള്ളത് നേരത്തെ അങ്ങോട്ട് മാറ്റി വെക്കണം. അതാ ചുമ്മാ അയ്യോ ജോക്കർ ജോക്കർ ഇട്ടത് തന്നെ അല്ല എടുക്കാൻ പറഞ്ഞത് എടുക്കാൻ പാടില്ലാത്ത വേണ്ട എടുക്കണെന്താണെന്നേ കളഞ്ഞല്ലേ അത് അത് കളഞ്ഞാൽ അവരെടുത്തു. ഈ ഭാഗത്ത് അങ്ങനെയാണ് നിയമം മന്മേരനെ അറിയാത്തോണ്ടാണ്. നീ ഇതെന്താണ് എന്നെ കളി പഠിപ്പില്ല? ഞാൻ എല്ലാ ജില്ലയിലും പോയി കളിച്ചിട്ടുള്ള ആളാണ്. അല്ല ഇവിടെ അങ്ങനെയാണ് കളിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെ? നീ എവിടെയൊക്കെ പോയി കളിച്ചിട്ടുണ്ട്? ഞാൻ ഉണ്ണിയായി ഒന്നീ മുട്ടായി തന്നെ അല്ലെ കളിക്ക് പടം നോക്കിയിരിക്കും. ഓ എന്നെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. ആ അച്ഛനോട് എന്റെ അന്വേഷണം പറഞ്ഞേ. നിൽക്കാൻ എവിടെയും വിടൂല. എന്തെങ്കിലും സാധനം മുൻചോണ്ടാൻ വേണ്ടിട്ട്. ഇത് അത്യാവശ്യം ഉണ്ടോ അതാ വിളിക്കണത്. എന്ത് അത്യാവശ്യം? എനക്കില്ല അത്യാവശ്യം. ഉണ്ണി നീ കളിക്ക് അച്ഛനും മോനൊക്കെ വീട്ടിൽ. മന്മേട്ടാ ഇതിന്റെ തല അപ്പുറം ഇപ്പുറം ഉണ്ടല്ലോ. ഒരു നിമിഷം. ഹലോ ആ മന്മഥനാണ്. നിങ്ങളാറ്? ഓ സുഖറ. ആ ആ ആ മൊയ്തു എന്റെ കൂട്ടുകാരൻ. ആമ ആ ഓ ഓ ഓ പറയാം. ഓ ശരി. എന്താണ് ആമേ? അതായത് നമ്മുടെ മൊയ്തുല്ലേ, മൊയ്തുക്ക എന്റെ മൊയ്തുവിന്റെ ഭാര്യ സുഗറ ഈ തമിഴ്നാട്ടിലുള്ള ആരെയൊന്നും കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും അവരുടെ അടുത്തൊന്ന് പറഞ്ഞേക്കാൻ. മന്മേട്ട അങ്ങനത്തെ ഒരു കോൾ എനിക്കും വന്നിരുന്നു മിനിഞ്ഞാന്ന്. ഈ തമിഴിനാ? അല്ല തമിഴല്ല മലയാളത്തിലാ വിളിച്ചത്. ആ എനക്കും വന്നിന് കോള് ഹിന്ദിയില്. ഹിന്ദിന്നാ? ആ ഹിന്ദു മാലു നെയ് എന്നെല്ലാം പറയും. ഞാൻ പറഞ്ഞു ഒഴിവാക്കി. അപ്പൊ സുഖറാന്ന് അവര് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങ ഇപ്പൊ പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നത് ഇതേ സംഭവം തന്നെ, സംഭവം തന്നെ. അപ്പോഴാ ന്യൂട്ടാ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ ഇതില്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താണ്? കഴിഞ്ഞ ദിവസേ എനിക്ക് വാട്സപ്പിൽ ഒരു ലിങ്ക് വന്നായിരുന്നു. എന്തിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലിങ്ക്. നീ എന്തെന്ന കാര്യം പറയടാ, ഇത് സീരിയസ് ആയിട്ട് എന്തിന്റെ ലിങ്ക്? അത് ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് കോൾ മീ എന്നൊക്കെ പറഞ്ഞിട്ട് സുഹൃത്തറ പടം. ആ ലിങ്ക് എനിക്ക് അയച്ചിരുവാ. അതല്ല അത് ഈ രാത്രിയൊക്കെ പെണ്ണുങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന അശ്ലീലം പറയണ. പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ പെണ്ണുങ്ങൾ പല വഴിയും തേടും. അതൊന്നും നിങ്ങൾ അങ്ങനെയൊന്നും പറയാം. ഇല്ലെങ്കിൽ പിന്നെ തമിഴിനും ഹിന്ദിക്കാരനും എല്ലാവരും വിളിക്കേണ്ട കാര്യം നമ്മൾ. ഇവർ പുറത്തിറങ്ങില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലേ പൈസ വിളിക്കണ്ടായിരുന്നു. ഇതിപ്പോ നമ്മളെ എങ്ങനെ വിളിക്കുന്നത്? അത് ശരി, ഇന്നും കൂട്ടാണ്ട് കളി തുടങ്ങിയില്ലേ കള്ളന്മാരെ. പിന്നെ ഉണ്ണിയെ ചീട്ടിട്. മൊയ്തു കളിക്കാനൊക്കെ വരട്ടെ. കളി കാര്യമായി മൊയ്തു. എന്തേ? നീ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചിട്ടുണ്ടോ? മേടിച്ചാൽ അത് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണം. അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ കൊണ്ടിടരുത്. ഇവനെന്താ പറയണേ? മൊയ്തുക്ക നിങ്ങൾ എവിടെ നിന്നെങ്കിലും കാശ് കടം മേടിക്കുമ്പോ ഞങ്ങളുടെയൊക്കെ നമ്പർ കൊടുക്കണ എന്തിനാണെന്ന്. ആര് കൊടുത്ത് ന്യൂട്ടത്? മൊയ്തുക്ക നിങ്ങൾ ആരോട് പടം കടമായിച്ചാ? പൈസ ഞാൻ കടം മേടിക്കണം നമ്മളെ സത്യശീലന്റെ അടുത്ത്. വേണ്ടോ? അപ്പൊ അയാൾ മേടിച്ചാൽ നീ തിരിച്ചു കൊടുക്കണം. അതൊക്കെ കംപ്ലീറ്റ് കൊടുത്താണ്. ആരാ പറഞ്ഞു കൊടുത്തില്ലാന്ന്? സത്യശീലനോട് ചോദിച്ചു നോക്ക്. അപ്പൊ സുഹറത്ത് എവിടെ നിന്നും പൈസ കടം മേടിച്ചിട്ടുണ്ടോ? സുഹർ എന്തിനോട് പൈസ കടം മേടിക്കണേ? എന്നാലേ സുഹറ ആരുടെയെന്നോ കടം മേടിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ നമ്പർ ജാമ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ 3 പേരെയും വിളിച്ചിട്ടുണ്ട്. എന്നെ ഒരു തമിഴൻ വിളിച്ചു, എന്നെ ഒരു ഹിന്ദിക്കാരൻ വിളിച്ചു. മൊയ്തുക്ക നിങ്ങൾ എന്ത് പണിയെടുത്തത്? ഏതോ ഹിന്ദിക്കാർക്ക് എന്നെ പണയം വെച്ചത്. രാജ്യം മൊത്തം പണയത്തിന് പോരാറ്റി എന്നെ പണയത്തിന് മര്യാദക്ക് എന്നെ പണയത്ത് എടുക്കളയുന്നു. എന്താണ് ഹിമാർ പറയണേ? അതെ മൊയ്തു, ഇതിപ്പോ കാര്യം പ്രശ്നമുണ്ട്. എന്നെ വിളിച്ച തമിഴൻ പറഞ്ഞെന്താ അറിയാമോ? സുഹറെ നിങ്ങളായിട്ട് പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരോട് പറഞ്ഞ് കാശ് തിരിച്ചടയ്ക്കാൻ. അത് സുഹറ ഒരു ആപ്പ് വഴി ലോൺ എടുത്തിട്ടുണ്ട്. ഓൺലൈൻ ബാങ്കിങ്. ഓൺലൈൻ ലോണാ? ബെസ്റ്റ്. അത് ഇത്താത്തന്റെ മോൻ സുക്കൂർ വന്ന് പറഞ്ഞിട്ടേ അങ്ങനെ എടുത്തതാ. വേറെ ഇടങ്ങർ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? കാണിച്ചു കൊടുക്കുന്നു കേട്ടോ അങ്ങോട്ട്. അല്ല പിന്നെ ഇവർക്ക് നിങ്ങളെ നമ്പറൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് വിളിക്കാൻ? ഈ ലോൺ എടുക്കാൻ സമയത്ത് ആധാറിന്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്താ അങ്ങടെ അത് മതി അവർക്ക് ബാക്കിയുള്ളവരുടെ നമ്പറൊക്കെ എടുക്കാൻ. എന്തൊരു കഷ്ടാണ് റബ്ബേത്. കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ആണ്. പഠിച്ചോനിത് സൂര്യന്റെ ചിത്രമല്ലേ ഇത്? കോൾ മീ എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി വിളിക്കാന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിരിക്കുക. ഇതാരപ്പോ ഇങ്ങനെ ചെയ്യണ്ടാവുക? ഇതൊക്കെ അവരുടെ പരിപാടിയാണ്. കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവർ ചെയ്തായിരിക്കും. ഇതിപ്പോ സൂര്യ അറിഞ്ഞിണ്ടാവുമോ? അറിയില്ല മൊയ്തു, മൊബൈലിലൊക്കെ ഒരു സാധനം വന്നാൽ ഇതൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കൂലേ ഇത്? കഷ്ടാണ് റബ്ബി. അല്ല ഇത് പോലീസിൽ അറിയിച്ചാലോ? പോലീസിലൊന്നും തൽക്കാലം അറിയിക്കണ്ട. ഏയ് ചുമ്മാക്കി പോലീസിലൊക്കെ അറിയിച്ച അതിലൊക്കെ നാണക്കേടാവും. ഇപ്പൊ എന്താ ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മെമ്പറല്ലേ മെമ്പറെ പോയി ഒന്ന് കണ്ട് ഈ വിവരം ധരിപ്പിക്കും. അതിനു മുമ്പേ നീ വീട്ടിലൊന്ന് സുഹറയെ കാണും.
അവളി വിവരം അറിഞ്ഞിട്ടുണ്ട്, അവളുടെ അവസ്ഥ എന്താണെന്ന് നോക്കും. എന്തിന്റെ കണ്ണും മുറൊക്കെ വല്ലാണ്ടിരിക്കണേ? ഞാൻ കിടക്കായിരുന്നു. സുര, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ പറ്റി വല്ലാത്ത ന്യൂസുകളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. ആ പൈസ അടയ്ക്കാത്തതിന്റെ പേരിൽ ഓൺലൈനിന്റെ ബാങ്കുകാർ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. നമുക്ക് പോലീസിൽ പരാതിപ്പെടാം. എനിക്ക് കരയണ്ട. ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളോട് പറയാതിരിക്കായിരുന്നു. പിന്നെ എത്ര ആളിപ്പോ വിളിച്ചെന്നറിയാം. ആരൊക്കെയാ വിളിക്കാന്? ഞാൻ അവരെ പറ്റിച്ചതൊക്കെ ചോദിച്ചിട്ട് ആരൊക്കെയാ മെസ്സേജ് അയക്കാണ്? മനപ്പൂർവ്വമല്ലല്ലോ, ഒരൊറ്റ അടവ് തെറ്റിയനല്ലോ ഒരു കണ്ട കാര്യങ്ങളൊക്കെ കാണിക്കണേ. നിങ്ങളത് പൈസ കൊടുത്ത് ഒഴിവാക്ക്. ഇനി നാണം കിടാക്കി പറ്റൂല. ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് ഞാൻ അടയ്ക്കാം. കരയാണ്ടൊക്കെ ഈ ഇനി നാണം കിടട്ട് വന്ന എനിക്കറിയാം എന്താ വേണ്ടത്. വേണ്ടാത്ത വർത്തമാനം പറയുന്നൊക്കെ കേട്ടോ. ഈ കരയാണ്ടൊക്കെ ചെല്ലുമ്പോ എന്തെങ്കിലും വൈകിട്ടാക്കാം. ആ മെമ്പറോ, എന്താ ഈ വഴിക്ക്? അതെ, ഞാൻ സൂതൻ സാറിനെ ഒന്ന് കാണാൻ വന്നാണ്. എന്തേ? സൂതൻ സാറേ, ഒരു പ്രശ്നമുണ്ടല്ലോ. എടാ, പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി പരിഹരിക്കും. ഞാൻ ഇപ്പൊ SI ഒന്നല്ല, റിട്ടയർഡ് ആയി. അതെ സാറേ, സ്റ്റേഷനിൽ പറയാൻ പറ്റിയ വിഷയമല്ല. എന്താ? നമ്മുടെ മൊയ്തു ഇല്ലേ? ഏത് മൊയ്തു? മീൻ കച്ചവടം നടത്തണ മൊയ്തു. ആ ആ മൊയ്തുവിന്റെ ഭാര്യ സുഹ്റ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്ത് പ്രശ്നം? അതെന്തോ ഫോണിൽ ഓൺലൈനിൽ ആപ്പിൽ നിന്ന് എന്തോ ഇത്തിരി പൈസ ലോൺ എടുത്ത്. ആദ്യം 1-2 പ്രാവശ്യം എടുത്തത് കൃത്യമായിട്ട് തിരിച്ചടച്ച്. മൂന്നാമത്തെ തവണ എടുത്തതിൽ ഒരടവ് മുടങ്ങിയപ്പോ ആകെ വിഷയമായൊക്കെയാണ്. അവിടെ നിന്ന് വിളിച്ചിട്ട് അവര് ഭീഷണിപ്പെടുത്തല്, അവരുടെ ബന്ധുക്കളെ മുഴുവൻ വിളിച്ച് പറയല്. ഇതിപ്പോ എങ്ങനെ ഇടപെടാനാണ്? ഇതൊക്കെ ഇന്റർനാഷണൽ ലെവലുള്ള കമ്പനികളാണ്. അവരൊന്നും ഒന്നും കാണാണ്ട് എടുത്തു ചാടില്ല, നാറ്റിച്ച് കളയും കാശ് കിട്ടാൻ വേണ്ടിട്ട്. അതല്ല, ഇപ്പൊ ഈ പെണ്ണിന്റെ തുണിയില്ലാത്ത പടം പ്രചരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു മോഡൽ ഇട്ട് കൊടുത്ത്, പിന്നെ രാത്രി വിളിച്ചോന്നും പറഞ്ഞിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ചെറുപ്പക്കാർക്ക് വന്നിട്ട് അവരും വിളിക്കാണ്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം പറഞ്ഞു? സാറൊന്ന് എന്റെ കൂടെ വാ, നമുക്കൊന്ന് ഇടപെടാം. അവിടെ ആള് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലെ, നീയല്ലേ രാഷ്ട്രീയക്കാരൻ, ഇവിടുത്തെ മെമ്പർ ചെയ്യല്ലേ? അല്ല സാറേ, സാറ് പറയുമ്പോ ഒരു ഉദ്യോഗസ്ഥനല്ലേ, ഒരു ഗൗരവം കിട്ടുമല്ല, അതുകൊണ്ടാണ്. എന്ത് മെമ്പറാടാ നീ? അതൊന്നും എനിക്ക് ഞാൻ പോയി ഷർട്ടൊന്ന് മാറിയിട്ട് വേമ്പോ. വെറുതെ കൊമ്പം മനുഷ്യൻ പിരിച്ചു വെച്ചിരിക്കുകയാണ്, ഒരു കാര്യത്തിന് വിളിച്ചാൽ വരൂല. ഉണ്ണിയെ ആ പന്തല് വിജയന്റെ അവിടെ പോയിട്ട് ഒരു 50 കസേര 2 ടാർപ്പയ്ക്കും പറയും. 50 കസേര വരെ മരിച്ച വീട്ടിലെ 100 വേണം. 100 വേണ്ട, 50 മതി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കൊരു 50 കസേര 2 ടാർപ്പയും പോരെ? അല്ല, ചടങ്ങിനൊക്കെ വേണ്ടിട്ട്. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ എന്നെ വെച്ചിരിക്കൂല ഞാൻ കേട്ടോ. അല്ല, എന്നാ പിന്നെ ടാർപ്പ എടുത്തോളൂ. പോടാ